ഈ പയ്യന്നൂരിലെ ഈ പ്രശ്നം മുഴുവൻ വഷളാക്കിയത്, ഈ പയ്യന്നൂരിലെ പാർട്ടിയെ ഈ നിലയിലേക്ക് എത്തിച്ചത് ജില്ലാ നേതൃത്വമല്ലേ? അന്നത്തെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ്. മുഖ്യ പങ്ക് അദ്ദേഹത്തിനാണ്. അദ്ദേഹം ഞാൻ ഒന്നിച്ച് ഡിവൈഎഫ്ഐ രംഗത്ത് പ്രവർത്തിച്ചതാണ്. അയാൾ ജില്ലാ സെക്രട്ടറിയും ഞാൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായി ഒരേ കമ്മിറ്റിയിൽ ദീർഘകാലം പ്രവർത്തിച്ചത്. ഞങ്ങൾ വ്യക്തിപരമായ ഒരു പ്രശ്നവുമില്ല. പക്ഷെ എൻ്റെ പ്രദേശത്ത് നൽകിയ ഒരു സ്വീകരണമെന്ന നിലയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാനും കഴിയില്ല എന്ന അവസ്ഥയിലാണ് ഞാൻ. ഊരുവിലക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിന് സമാനമായ രീതിയിലാണ് CPM പ്രവർത്തകരുടെ ഒരു സമീപനം. അത് അവർക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നത് അവരാലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇത് പഴയ കാലമല്ല. ആധുനിക കാലത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലം കൂടിയാണ്. പഴഞ്ചൻ സമ്പ്രദായങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴും CPM സന്നദ്ധമാകുന്നത്. എന്നെ കണ്ടാലൊന്ന് ചിരിക്കാൻ മടിയാണ് പലർക്കും. എന്നെ കണ്ടാലൊന്ന് സംസാരിക്കാൻ മടിയാണ്. ഇതെന്നോട് മാത്രമല്ല, എന്നെ സഹായിക്കുന്നവരോടും ഇതേ നിലപാടാണ്. ഈ നിലപാട് കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? അങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നറിയില്ല. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന രീതിയിൽ 50 കൊല്ലം പാർട്ടി മെമ്പറായി പ്രവർത്തിച്ച പാർട്ടിയാണത്. 1976 അടിയന്തരാവസ്ഥ കാലത്താണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത്. ആ കാലമെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്ന കാലമല്ല. കേഡർ പാർട്ടിയായി പ്രവർത്തിച്ച കാലാണ്. 1978 സാൽക്കിയ പ്ലീനമാണ് കേഡർ സ്വഭാവത്തിൽ മാറ്റം വരുത്താതെ ഒരു ബഹുജന പാർട്ടിയാക്കി പാർട്ടിയെ മാറ്റണം എന്ന് തീരുമാനിക്കുന്നത്. പറഞ്ഞാൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന് 2 വർഷത്തിന് ശേഷം 76 മുതൽ 2026 വരെ നീണ്ട 50 വർഷക്കാലം. അതിനിടയിൽ ബ്രാഞ്ചിൽ നിന്ന് മുകളിലേക്കെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാഗതം പറയുമ്പോൾ സുരേഷ് മാഷ് പറഞ്ഞു, നടപടി ഉണ്ടായപ്പോൾ പ്രവർത്തനത്തിൽ നിന്ന് മാറിയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി, എനിക്കുൾപ്പെടെ വിമർശനമുണ്ടായിരുന്നു എന്ന് സുരേഷ് മാഷ് പറഞ്ഞു. എന്നോട് വ്യക്തിപരമായി തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഞാനീ പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തി പരിഹരിക്കാൻ സാധിക്കുമെന്ന ബോധ്യത്തിലാണ് തിരിച്ചു പോയത്. എപ്പോഴാണ് സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടത്? ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി മറ്റ് പല ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറുപടി പറഞ്ഞു, പയ്യന്നൂരിലെ സാമ്പത്തിക വിഷയം അടഞ്ഞ അധ്യായമാണ്, അത് റീഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം പിന്നീട് ഞാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിന് പോയിട്ടില്ല. 10-15ഓളം കമ്മിറ്റികൾ അതിന് ശേഷം നടന്നു. ഒരു കമ്മിറ്റിക്കും പോയില്ല. ഒരാൾ പോലും എന്നോട് എന്തേ കമ്മിറ്റിക്ക് വരാത്തത്,
എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ ഒരു നേതാവും തയ്യാറായിട്ടില്ല. ഈ പ്രശ്നത്തിന് പാർട്ടിക്കകത്ത് പോരാടി പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഈ പാർട്ടിയെ തകർക്കണമെന്ന ഒരു ധാരണയും എനിക്കുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. ഞാൻ ഈ വിഷയങ്ങൾ പുറത്തു പറയാൻ എന്നെ നിർബന്ധിച്ചത് ഈ പാർട്ടിയാണ്. കാരണം ഇത്രയും ഗുരുതരമായ സാമ്പത്തിക വിഷയം പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോ അത് ഉന്നയിച്ചയാളെ ക്രൂശിക്കാനും തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കാനും തയ്യാറായ പാർട്ടി നേതൃത്വം അത് പുനഃപരിശോധിക്കാൻ സന്നദ്ധമല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചപ്പോൾ പിന്നെ ആ പാർട്ടിയിൽ നിന്നിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നിട്ടില്ല, ഞാൻ പിന്നീട് പോയില്ല. അതേ തുടർന്നാണ് ഞാൻ പുസ്തകം എഴുതി ജനങ്ങളോട് പറയാൻ തയ്യാറായത്. ഇപ്പൊ അതാണ് ഞാൻ ചെയ്ത വലിയ അപരാധമായി പാർട്ടി വിശദീകരിക്കുന്നത്. ഞാൻ ഏഷ്യാനെറ്റിന് ഒരു അഭിമുഖം കൊടുത്തു. ഞാൻ ഈ പുസ്തകത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഒരു അഭിമുഖം നൽകിയത്. ഈ പുസ്തകം എഴുതാൻ എന്നെ നിർബന്ധിച്ചത് പാർട്ടി നേതൃത്വമാണ്. ഇപ്പൊ പുരുഷോത്തമൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തെരഞ്ഞെടുപ്പ് റിവ്യൂവിന്റെ ഭാഗമായി MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമ സമ്മേളനം വിളിച്ച് പറഞ്ഞത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങൾക്ക് പെശക് പറ്റി എന്നാണ്. എന്താ പെശക്? അത് പറയണ്ടേ? LDF CPM സ്ഥാനാർത്ഥിയാക്കിയ ആളെ ആക്കാൻ പാടില്ലായിരുന്നു എന്നല്ല ഇപ്പോ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അതല്ലേ ഞാനും നേരത്തെ പറഞ്ഞത്. ആ പിശക് എന്താണ് എന്ന് നാം ചോദിക്കുമ്പോൾ ഈ സാമ്പത്തിക വിഷയമല്ലാതെ മറ്റെന്ത് കാരണ ആർക്കും പറയാൻ പറ്റുക? വേറെ ഒരു കാരണം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഉയർത്തിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ശരിയാണ് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് MV ഗോവിന്ദൻ മാഷ് ഈ തെരഞ്ഞെടുപ്പ് റിവ്യൂവിലൂടെ ചെയ്തിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് റിവ്യൂവിൽ 2 മണ്ഡലത്തിന്റെ കാര്യമേ ഗോവിന്ദൻ മാഷ് എടുത്തു പറഞ്ഞുള്ളൂ. അത് പയ്യന്നൂരും തളിപ്പറമ്പും മാത്ര. അതുകൊണ്ടാണ് ഞാനും TK ഗോവിന്ദൻ മാഷും ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തിയത് കണ്ണൂർ പ്രസ് ക്ലബിൽ. ആ പത്രസമ്മേളനം നടത്തി പിറ്റേ ദിവസം TK ഗോവിന്ദൻ മാഷക്ക് വധഭീഷണിയാണ്. എനിക്ക് നേരിട്ട് വന്നിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നേരിട്ട് വരാതിരിക്കുമ്പോൾ അത് ഒരു പ്രശ്നമാണ്. അതും നമ്മൾ കാണണ്ടേ? അപ്പൊ ഈ രീതിയിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയവുമായി തെറ്റുപറ്റി എന്ന് നേതൃത്വം സമ്മതിക്കുമ്പോൾ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് സമ്മതിക്ക കൂടിയാണ്. അതിനെന്താ പരിഹാരം? തെറ്റ് തിരുത്തണ്ടേ? തിരുത്താനുള്ള ആലോചന എന്താ പാർട്ടി നടത്തിയത്? ഒന്നും നടത്തിയില്ലല്ലോ. ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? ജില്ലാ നേതൃത്വം ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു, അത് ഞങ്ങൾ അംഗീകരിച്ചു. ആര്? ഈ സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചു. ഇതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ജില്ലാ നേതൃത്വം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തിരുത്താനല്ലേ സംസ്ഥാന നേതൃത്വം? ജില്ലയിൽ നിന്നൊരു സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ വന്നാൽ ആ സ്ഥാനാർത്ഥി പട്ടിക ശരിയല്ലെങ്കിൽ അത് തിരുത്താനുള്ള അധികാരമുള്ളവരാണ് സംസ്ഥാന നേതൃത്വം. എന്തേ തിരുത്താതിരുന്നത്? അപ്പൊ നിങ്ങൾക്ക് തെറ്റുപറ്റിയില്ലേ? ജില്ലാ നേതൃത്വത്തിന് മാത്രമേ തെറ്റുപറ്റിയുള്ളൂ? നിങ്ങൾക്കും തെറ്റുപറ്റിയില്ലേ? ഇനി ജില്ലാ നേതൃത്വമാണ്, അവർക്കാണ് തെറ്റുപറ്റിയത്, എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ജില്ലാ നേതൃത്വത്തിനെതിരായി? ഈ പയ്യന്നൂരിലെ ഈ പ്രശ്നം മുഴുവൻ വഷളാക്കിയത്, ഈ പയ്യന്നൂരിലെ പാർട്ടിയെ ഈ നിലയിലേക്ക് എത്തിച്ചത് ജില്ലാ നേതൃത്വമല്ലേ?
അന്നത്തെ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ്. മുഖ്യ പങ്ക് അദ്ദേഹത്തിനാണ്. അദ്ദേഹവും ഞാനും ഒന്നിച്ച് DYFI രംഗത്ത് പ്രവർത്തിച്ചതാണ്. അയാൾ ജില്ലാ സെക്രട്ടറിയും ഞാൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായി ഒരേ കമ്മിറ്റിയിൽ ദീർഘകാലം പ്രവർത്തിച്ചത്. ഞങ്ങൾ വ്യക്തിപരമായ ഒരു പ്രശ്നവുമില്ല. ഈ വിഷയം ഈ നിലയിലേക്ക് വഷളാക്കിയതിൽ മുഖ്യ ഉത്തരവാദിത്വം MV ജയരാജനാണ്. അയാളിപ്പോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ജില്ലാ നേതൃത്വം ഒരു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം കമ്മിറ്റിയിൽ വെക്കുമ്പോൾ അയാൾക്ക് തോന്നുന്ന പേര് വെക്കില്ല. അത് ഏത് ഘടകമായാൽ ആ സെക്രട്ടറി ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തും നിർദ്ദേശം വെക്കുന്നതിന് മുമ്പ്. ഈ കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ന മണ്ഡലത്തിൽ ഇന്ന ആള് വരണമെന്ന് ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ അത് MV ഗോവിന്ദൻ മാഷുമായും പിണറായി വിജയനുമായും ഒരാശയവിനിമയം നടത്തിയിട്ടായിരിക്കില്ലേ ജില്ലാ സെക്രട്ടറി വെച്ചിട്ടുണ്ടാകുക. അല്ല എന്ന് പറയാൻ ഗോവിന്ദൻ മാഷക്കോ പിണറായിക്കോ സാധിക്കുമോ? അപ്പോൾ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമാണോ പശു പറ്റിയത്? ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, ജില്ലാ സെക്രട്ടറി മുതിർന്ന നേതാക്കളുമായി ആലോചിക്കാതെ ഈ കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു നിർദ്ദേശം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെയോ ജില്ലാ കമ്മിറ്റിയുടെയോ മുമ്പിൽ അവതരിപ്പിക്കില്ല. അപ്പൊ തളിപ്പറമ്പിൽ ശ്യാമള ടീച്ചർ വരണമെന്നും പയ്യന്നൂരിൽ TI മധുസൂദന് സ്ഥാനാർത്ഥിയാവണമെന്നും തീരുമാനിക്കുന്നത് MV ഗോവിന്ദൻ മാഷിന്റെയും പിണറായി വിജയന്റെയും അംഗീകാരത്തോടു കൂടിയല്ലേ? എങ്ങനെയാ ജില്ലാ കമ്മിറ്റിക്ക് മാത്രം തെറ്റുപറ്റി എന്ന് അവർക്ക് ഈ റിവ്യൂവിന്റെ ഭാഗമായി പറയാൻ സാധിക്കുക? ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് പയ്യന്നൂർ നന്നാണെങ്കിൽ ഏരിയ കമ്മിറ്റി പിരിച്ചു വേണം എന്നാണ്. പത്രങ്ങൾ പറയുന്നതാണ്, മാധ്യമങ്ങൾ പറയുന്നതാണ്. നമുക്ക് അതിന്റെ വസ്തുത എന്താണെന്ന് അറിയില്ല. പിരിച്ചുവിട്ട് ആരാ വരിക? ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടാൽ ആരാ വരിക? ഇന്നത്തെ പയ്യന്നൂരിന്റെ നേതൃത്വം ആർക്കാ? ഇന്നത്തെ പയ്യന്നൂരിന്റെ നേതൃത്വം TI മധുസൂദനാണ്. കാരണം അയാളാണ് പയ്യന്നൂരിൽ നിന്നുള്ള ഏക ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ. അതിന് താഴെയാണ് 2 ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, അതിന് താഴെയാണ് ഏരിയ കമ്മിറ്റി മെമ്പർമാർ. പയ്യന്നൂരിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ TI മധുസൂദനാണ്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് TI മധുസൂദനെ പയ്യന്നൂരിന്റെ നേതൃത്വമായി നിലനിർത്തി ഈ പയ്യന്നൂരിലെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? പയ്യന്നൂരിലെ പാർട്ടിക്കകത്ത് വന്നുപെട്ട അപജയങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ? പയ്യന്നൂരിലെ പാർട്ടിയെ പഴയ കാലത്തതുപോലെ ശരിയായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റി എന്ന് കീഴേതലം വരെ വിശദീകരിക്കുന്ന സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ തന്നെ പയ്യന്നൂരിലെ നേതാവായി ഇപ്പോഴും അവരോധിച്ചു നിർത്തുന്നത് പയ്യന്നൂരിലെ പാർട്ടിയെ സംരക്ഷിക്കാനാ? പയ്യന്നൂരിലെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാ? എങ്ങനെയാ പയ്യന്നൂരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുക? അതാലോചിക്കണ്ടേ? ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് കൊണ്ട് ഈ പയ്യന്നൂരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമോ? ഇയാളെ നിലനിർത്തി ഇയാളുടെ പേരിലാണ് ആരോപണം. ഇയാൾ കളങ്കിതനാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ അയാൾ പരാജയപ്പെട്ടത്. 50,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ പരാജയപ്പെടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് നേതൃത്വത്തിൽ ഇയാളെ നിലനിർത്തി പോയാൽ ഈ പാർട്ടിയുടെ ഗതി എന്തായിരിക്കും?
കോഴിയെ പോറ്റാൻ കുറുക്കനെ ഏൽപ്പിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടാവുമോ? അതുകൊണ്ട് പയ്യന്നൂരിലെ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ചികിത്സ നേതൃത്വം നൽകുന്നില്ലെങ്കിൽ ഈ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല. മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ അപജയം കേരളത്തിലാകെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പയ്യന്നൂരിൽ മാത്രമല്ല. ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലാകെ CPM-നകത്ത് അസംതൃപ്ത വിഭാഗം കൂടിക്കൂടി വരികയാണ്. അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നൊരു പൊട്ടിത്തെറിയിലെത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ അത് പൊട്ടിത്തെറിയിലെത്തും. അങ്ങനെ വന്നാൽ കേരളം ബംഗാളാകാൻ ഏറെ കാലതാമസമുണ്ടാകില്ല എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കണ്ടേ? പരിശോധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ തിരുത്താനുള്ള ഒരു ശ്രമവുമില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. ഇപ്പോ ഈ റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായി പറഞ്ഞ വിചിത്രമായൊരു കാര്യം, ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ അഭിപ്രായം തേടുകയാണ്. വാട്സപ്പിലൂടെ, ഫോണിലൂടെ എല്ലാവർക്കും അഭിപ്രായം പറയാം. പാർട്ടി എതിർക്കുന്നവർക്ക് പോലും അഭിപ്രായം പറയാം. എന്താ കാര്യം പറഞ്ഞിട്ട്? ഇവിടെ പാർട്ടി കമ്മിറ്റികളിൽ, ആ കമ്മിറ്റികളിലെ അംഗങ്ങൾ, പാർട്ടി ബ്രാഞ്ചുകളിൽ പാർട്ടി മെമ്പർമാർ നിരന്തരമായി അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ആ അഭിപ്രായങ്ങൾ മാനിക്കാൻ എത്രത്തോളം നിങ്ങൾ സന്നദ്ധമായിട്ടുണ്ട്? എന്നിട്ട് വേണ്ടേ പൊതുജനങ്ങളെ അഭിപ്രായം കേൾക്കാൻ? രാഷ്ട്രീയമായി എതിർക്കുന്നവർക്ക് പോലും അഭിപ്രായം പറയാമെന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. പക്ഷെ അഭിപ്രായം പരിശോധിക്കാൻ സന്നദ്ധമാകുക. പരിശോധിക്കാൻ സന്നദ്ധമാകുമെങ്കിൽ പാർട്ടി മെമ്പർമാർ പറയുന്ന അഭിപ്രായം പരിശോധിക്കണ്ടേ? തിരുത്തൽ വരുത്തണ്ടേ? അല്ലാതെ ഈ പാർട്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അങ്ങനെ ഒരു ആലോചനയും ഇല്ല. ധിക്കാരം, ധാർഷ്ട്യം, അതാണ് ഇന്നത്തെ നേതൃത്വത്തെ നയിക്കുന്നത്. ഇന്ന് ഗോവിന്ദ മാഷ് ചില വാചകങ്ങൾ പറഞ്ഞതായി മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതൊരു ധിക്കാരപരമായ നിലപാടാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുറത്തുള്ള ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. പാർട്ടിക്കകത്തുള്ളവർക്ക് മാത്രമേ കഴിയൂ. ആ നിലയിലേക്കാണ് പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതല്ലെങ്കിൽ ഇടതുപക്ഷം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് അധ്യക്ഷനും ഉദ്ഘാടകരും കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷം നിലനിൽക്കേണ്ടത്, ശക്തിപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ നിലയിലുള്ള ജനജാഗ്രത എന്ന പേരിൽ സംഘടന നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത്. പലയിടത്തും പല പേരിൽ ഇത്തരം സംഘടനകൾ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഒരു ശരിയായ ഇടതുപക്ഷത്തെ കേരളത്തിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമുക്ക് നടത്തേണ്ടത്. ആ ശ്രമങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഒരു കാരണമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വരുന്ന 5 വർഷക്കാലവും ആ MLA-യുമായി ബന്ധപ്പെടാതെ നിങ്ങൾക്ക് പോകാൻ കഴിയുമോ? നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഒരു ഇടപെടലും വേണ്ടിവരില്ലേ? UDF ആണ് ഭരിക്കുന്നത്. LDF ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇടപെടൽ മറ്റുള്ളവരുടേത് വേണ്ടി വരില്ല. പക്ഷെ UDF ആണല്ലോ കേരളം ഭരിക്കുന്നത്. എത്ര കാലം MLA-യെ ബഹിഷ്കരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? നമ്മൾ അംഗീകരിക്കണമെന്നും നമുക്കൊരു വാശിയില്ല. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. പരമാവധി മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ
നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ഉണ്ടാകും. 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ഉൾക്കൊള്ളുന്നതാണ് ഈ മണ്ഡലം. അതിൽ ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കിയെല്ലാം ഭരിക്കുന്നത് LDF. ചെറുപുഴ പഞ്ചായത്ത് ഒഴികെ ബാക്കി 5 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത് LDF ആണ്. MLAയുടെ ഒരു സഹായവുമില്ലാതെ നിങ്ങൾക്ക് ഈ 5 കൊല്ലം മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ചിലയിടത്തെല്ലാം മാറി വരുന്നുണ്ട്, ചിലയിടത്തെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അത് നേതൃത്വത്തിൻ്റെ നിലപാട് ധിക്കരിച്ചുകൊണ്ടാണ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം അവർക്ക് അധികം പോകാൻ കഴിയില്ല. അവരെ പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവർക്ക് നിൽക്കാൻ കഴിയില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ MLAയുടെ സഹായം വേണ്ടി വരും, ഗവൺമെന്റിന്റെ സഹായം വേണ്ടി വരും. അപ്പൊ ഈ ബഹിഷ്കരണം, ഈ ഊരുവിലക്ക് എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ വീട് കയറി ഇറങ്ങിയുള്ള പ്രവർത്തനത്തെ മറികടക്കാൻ വീടുകളിൽ പോയി ഒരാൾ പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞതായി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വിജയിച്ചോ? ഈ പരിപാടി ശുഷ്കമായി പോയോ? ഈ പരിപാടിയിൽ ആളുകൾ പങ്കെടുത്തില്ലേ? ഈ പങ്കെടുത്ത ജനങ്ങളെ എങ്ങനെയാണ് നാളെ നിങ്ങൾ നോക്കിക്കാണുക? ഇവരെ തള്ളിക്കളയാനാണ്? ഇവരെല്ലാം എതിർപ്പാളയത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനാണോ നിങ്ങളുടെ ശ്രമം? നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ നടപടികൾ അതിനല്ലേ ഉപകരിക്കുന്നത്?